വെൽക്കം. തൈമനാണ്. ആന്റി പാർക്കിൻസൺസ് ഡ്രഗ്സ് വീഡിയോ സീരീസിലെ നമ്മുടെ 5ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്റ്റ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളെ പറ്റിയാണ്. ആൻഡ് ഈ മരുന്നുകൾ അഡ്വാൻസ്ഡ് PDയിലാണ് കൊടുക്കുക. അഡ്വാൻസ്ഡ് പാർക്കിൻസൺസ് ഡിസീസിൽ കൊടുക്കുന്ന മരുന്നുകളാണ്. അതായത് പാർക്കിൻസൺസ് ഡിസീസിൽ നമ്മൾ ലീവോഡോപ്പ ആൻഡ് കാർബിഡോപ്പ ഇത് കൊടുത്ത് തുടങ്ങിയതിന് ശേഷം മാത്രം നൽകുന്ന മരുന്നുകളാണ് ഈ വിഭാഗം മരുന്നുകൾ. ഏർലി പാർക്കിൻസൺസ് ഡിസീസിൽ ഈ മരുന്നുകൾക്ക് യാതൊരു പ്രയോജനവുമില്ല. സോ പാർക്കിൻസൺസ് രോഗത്തിലെ പ്രധാന പ്രശ്നം നമ്മൾ പറഞ്ഞത് സ്ട്രയറ്റയിൽ ഡോപ്പമിൻ കുറവാണെന്നതാണ്. സോ നമ്മൾ ലീവോഡോപ്പ രൂപത്തിൽ നമ്മൾ ലീവോഡോപ്പാക്കിയാൻ കൊടുക്കുന്നു. ഡോപ്പമിൻ ബ്രെയിനിൽ എങ്ങനെയെങ്കിലും എത്തിച്ചു. പക്ഷെ ഡോപ്പമിൻ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ അത് നശിപ്പിക്കപ്പെടും. ഇത് നശിപ്പിക്കപ്പെടുന്ന പല രീതിയിലാണ്. ആൻഡ് ഡോപ്പമിൻ നശിപ്പിക്കപ്പെടുന്നത് തടഞ്ഞാലോ ഇത് നശിപ്പിക്കപ്പെടുന്നത് തടഞ്ഞാൽ നമുക്ക് ഡോപ്പമിൻ കൂടുതൽ നേരം നിലനിൽക്കും. സോ ഈ ഐഡിയയിലെ ഒരു ഡ്രഗ് ഗ്രൂപ്പാണ് ദിസ് കോംപ്റ്റ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ റിവേഴ്സിബിൾ ആണ്. സോ ദീസ് ആർ റിവേഴ്സിബിൾ കോംപ്റ്റ് ഇൻഹിബിറ്റേഴ്സ് ആണ്. പ്രധാന മരുന്ന് ഫേമസ് മരുന്ന് ഒന്ന് ടോൾകാപ്പോൺ ആണ്. രണ്ടാമത്തത് എൻഡകാപ്പോൺ ആണ്. എൻഡകാപ്പോൺ പോലെയുള്ള ഒരു പുതിയ മരുന്ന്, ഇത് ലേറ്റസ്റ്റ് മരുന്നാണ്. ഇതിന്റെ പേര് ഓപ്പകാപ്പോൺ എന്നാണ്. ഓപ്പകാപ്പോൺ ഒജെൻറ്റൈസ് എന്നാണ് ഇതിന്റെ ഒരു ട്രേഡ് നെയിം. പുതിയ മരുന്നാണ്. സോ ഈ മരുന്നുകൾക്ക് പാർക്കിൻസൺസ് ഡിസീസിൽ ഒറ്റയ്ക്ക് നമ്മൾ ഈ മരുന്ന് കൊടുത്ത് എന്തെങ്കിലും നടത്തിയേക്കാമെന്ന് വിചാരിച്ചാൽ യാതൊരു ഗുണമില്ല. ലീവോഡോപ്പ പ്ലസ് കാർബിഡോപ്പ അവയുടെ ഒപ്പം വേണം ഇത് കൊടുക്കാൻ. ഇനി ഇങ്ങനെ കോംപ്റ്റിനെ തടയാൻ ഈ കോംപ്റ്റ് എവിടെയാണുള്ളത്? കോംപ്റ്റ് CNS ഉണ്ട്. CNS ബ്രെയിനിലുണ്ട്. ബ്രെയിനിലുള്ള സ്ട്രാറ്റത്തിലുള്ള അവിടെയുള്ള ന്യൂറോണിലുണ്ട്. ഓക്കെ, അതൊക്കെയാണ് നമുക്ക്. ഇനി അല്ലാതെ ദിസ് ഇസ് ഓൾസോ ഇൻ ദ GIT. സോ GITയിലും ഉണ്ട് കോംപ്റ്റ്. സോ GITയിലും ബ്രെയിനിലും രണ്ട് സ്ഥലത്തുമുള്ള കോംപ്റ്റിനെ തടയുന്ന മരുന്നാണ് ടോൾകാപ്പോൺ എന്ന് പറയുന്ന മരുന്ന്. പക്ഷേ ഈ എൻഡകാപ്പോൺ ആൻഡ് ഒപ്പകാപ്പോണോ ഇത് ഓൺലി ഇൻ GITയിൽ മാത്രമേ തടയുന്നുള്ളൂ, ബ്രെയിനിൽ വെച്ച് തടയുന്നില്ല. സോ അപ്പോൾ നമുക്ക് കോംപ്റ്റ് ഇൻഹിബിറ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ടോൾകാപ്പോണിനെ കുറിച്ച് ആദ്യം പറഞ്ഞു തീർത്തിട്ട് നമുക്ക് ബാക്കിയുള്ള മരുന്നുകളെ കുറിച്ച് പറയാം. ആൻഡ് ഇത് GITയിലും ബ്രെയിനിലുമുള്ള ഇതിനെ തടയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ മെറ്റബോളിസം തടയുന്നു. ലീവോഡോപ്പയുടെ മെറ്റബോളിസം തടയുന്നു. ലീവോഡോപ്പ സാധാരണ ആകുന്നത് 3-O-methyl ഡോപ്പമിൻ ആയിട്ടാണ് മാറുക. ലീവോഡോപ്പ മാറുന്നത് എങ്ങനെയാണ്? സോ ഇങ്ങനെ അല്ലാതാകുമ്പോൾ ബ്രെയിനിൽ കൂടുതലായിട്ട് ലീവോഡോപ്പ കൂടുതലായിട്ട് ബ്രെയിനിൽ നിലനിൽക്കും. ദെൻ അത് ഡോപ്പമിൻ ആയിട്ട് മാറും. ഇനി ബ്രെയിനിൽ തടഞ്ഞാലോ, ബ്രെയിനിൽ കോംപ്റ്റ് തടഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം ബ്രെയിനിൽ നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നില്ലെങ്കിലും ബ്രെയിനിൽ ഡോപ്പമിൻ ഉണ്ട് എന്ന് വിചാരിക്കുക, ഓർ ലീവോഡോപ്പ ഉണ്ട്. സോ ഇത് നടക്കും. ബ്രെയിനിലാണെങ്കിൽ ഡോപ്പമിൻ എന്തായിട്ട് മാറുന്നു? ഡോപ്പമിൻ 3-methyl ടൈറമിൻ ആയിട്ടാണ് മാറുക. അതിന് MAO കൂടി വേണം. സോ ആ സ്റ്റെപ്പിലാണ് ഇത് ഇടപെടുക. സോ അവിടെയും ഇൻഹിബിഷൻ നടക്കും. സോ രണ്ടിന്റെയും ഫലം GITയിൽ തടഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലീവോഡോപ്പ ബ്രെയിനിലേക്ക് കയറും. ഡോപ്പമിൻ ബ്രെയിനിൽ തടഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡോപ്പമിൻ ബ്രെയിനിൽ ഉണ്ടാകും. എങ്ങനെ ആയാലും മോർ ഡോപ്പമിൻ ഈസ് അവൈലബിൾ ഇൻ ദ ബ്രെയിൻ. അതാണ് ഇതിന്റെ ഗുണം. സോ ബയോ അവൈലബിലിറ്റി ഓഫ് ഡോപ്പമിൻ വിൽ ഇൻക്രീസ്. GITയിൽ തടഞ്ഞു കഴിഞ്ഞാൽ ബയോ അവൈലബിലിറ്റി കൂടും. സോ ഇൻക്രീസ് ഡോപ്പമിൻ വിൽ റീച്ച് ഇൻ ദ സ്ട്രയറ്റത്തിലാണ് നമുക്ക് വേണ്ടത്, അല്ലെ? സ്ട്രയറ്റത്തിൽ സംഭവം കൂടുതൽ കിട്ടും. സോ ലീവോഡോപ്പ കൊടുത്തു കഴിയുമ്പോൾ ഓൺ എഫക്ട് കിട്ടും നമുക്കറിയാം. അത് കൂടുതൽ നേരം നിൽക്കും. ഓക്കെ, അപ്പോൾ ഓഫ് എഫക്റ്റ് ഓഫ് പീരീഡ് കുറയും. ഓഫ് പീരീഡ് കുറയുകയും ഓൺ പീരീഡ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നു. സോ റിഡക്ഷൻ ഇൻ മോട്ടോർ ഫ്ലക്ച്വേഷൻസ്. സോ മോട്ടോർ ഫ്ലക്ച്വേഷൻസ്. സോ അപ്പോൾ ഉപയോഗിക്കുന്നതിന്റെ റീസൺ നമുക്ക് മനസ്സിലായി. ലേറ്റ് ഓർ അഡ്വാൻസ് PDയിൽ ലീവോഡോപ്പ കാർബിഡോപ്പ കൊടുത്തിട്ടും ഉണ്ടാകാവുന്ന മോട്ടോർ ഫ്ലക്ച്വേഷൻസ് പരിധിവരെ കുറയ്ക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്റ്റ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുക. സോ ലീവോഡോപ്പ ആൻഡ് കാർബിഡോപ്പ കോമ്പിനേഷൻ വിൽ ബി മോർ എഫക്റ്റീവ്, കൂടുതലായിട്ട് എഫക്റ്റീവ് ആകും. ആൻഡ് ടോൾകാപ്പോൺ നമ്മൾ കൊടുക്കുക 100 mg to 200 mg ആണ്. സാധാരണ 3 നേരമൊക്കെയാണ് കൊടുക്കുക. ദീർഘനേരം പ്രവർത്തനമുള്ളതായിട്ട് നമുക്ക് കണക്കാക്കാം. ആൻഡ് ഈ മരുന്നിന്റെ പ്രശ്നം എന്തായിരുന്നു? ടോൾകാപ്പോണിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഹെപ്പാറ്റോടോക്സിസിറ്റി ആണ്. ഹൈലി ഹെപ്പാറ്റോടോക്സിക് ഡ്രഗ് ആണ്. സോ അതുകൊണ്ട് ഈ മരുന്ന് ഒരു കാലഘട്ടത്തിൽ ഈ മരുന്ന് നിയന്ത്രിച്ചിരുന്നു, അല്ലെങ്കിൽ നിരോധിച്ചിരുന്നു, അല്ലെങ്കിൽ പിൻവലിച്ചു. സോ ദിസ് ഡ്രഗ് വാസ് ഔട്ട് ഓഫ് മാർക്കറ്റ് ഫോർ സം പീരീഡ്. പക്ഷെ പിന്നീട് തിരിച്ചു വന്നത് പക്ഷേ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ഇതേ സാധനത്തിന് തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷെ എപ്പോഴാന്ന് വെച്ചാൽ ലേറ്റ് സ്റ്റേജ് ഓഫ് PD എന്ന് വെച്ചാൽ PD വളരെ കൂടിയിട്ട് ആൾക്ക് സിവിയർ മസിൽ റിജിഡിറ്റി വന്നിരിക്കുന്ന അവസ്ഥയിൽ, പാർക്കിൻസോണിസം വന്ന് രോഗി മരിച്ചു പോകാനുള്ള സാധ്യതയുള്ള സമയത്ത് കുറച്ചുകൂടി ദീർഘനാൾ നമുക്ക്
ജീവൻ നിലനിർത്താനായിട്ട് ലിവർ ടോക്സിറ്റി അപ്പം നമുക്കൊരു പ്രശ്നമല്ല, നാളെ തന്നെ ലിവർ ടോക്സിറ്റി ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ലിവർ ടോക്സിറ്റി ഉണ്ടാകും. പക്ഷെ ഇന്ന് മരിക്കുന്നതിനേക്കാൾ നമുക്ക് ഇനി 1 വർഷമോ 2 വർഷമോ രോഗിയെ കൂടുതൽ നീട്ടിവെക്കാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലാസ്റ്റ് റിസോർട്ട് ഇൻ PD, ലാസ്റ്റ് റിസോർട്ട് ഓഫ് ഡ്രഗ് ഇൻ PD ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ടോൾകാപ്പോൺ ഉപയോഗിക്കുന്നത്. അല്ലാതെ നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് മറ്റു മരുന്നുകൾ കൊടുത്താൽ ഫലമുള്ള അല്ലെങ്കിൽ അത്രയും റിജിഡിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്കിത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് റിസോർട്ട് അല്ലാതെ സാധാരണ ഉപയോഗത്തിലുള്ള എൻഡകാപ്പോണിനെ കുറിച്ചിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് മരുന്നായിട്ടുള്ള ഓപ്പകാപ്പോൺ ഓൺ ജെൻറ്റിസ്, സോ ഇതിനെ കുറിച്ചിട്ടും നമുക്ക് പറയാം. ഇതിന് പുതിയ മരുന്നാണ്, വില കൂടുതലായിരിക്കും. ആൻഡ് ഇത് രണ്ടും ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കില്ല. അപ്പോൾ മറ്റേത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കുന്നതുകൊണ്ടാണ് ബ്രെയിനിൽ തടഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കില്ല, ഓൺലി ഇൻ GAT ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ലീവോഡോപ്പ കാർബിഡോപ്പയ്ക്ക് ഒപ്പം നൽകി കഴിഞ്ഞാൽ ലീവോഡോപ്പ കാർബിഡോപ്പയുടെ ബയോ അവൈലബിലിറ്റി വർദ്ധിക്കും. ഓക്കെ, കൂടുതൽ ലീവോഡോപ്പ ബ്രെയിനിലെത്തും, കൂടുതൽ ഡോപ്പമിൻ അവിടെ ഉണ്ടാകും. ആൻഡ് രണ്ട് മരുന്നുകൾക്കും ലിവർ ടോക്സിറ്റി ഇല്ല, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. സോ ദീസ് ഡ്രഗ്സ് ആർ പ്രിഫേർഡ് ഡ്രഗ്. ആൻഡ് എൻഡകാപ്പോൺ 200 വീതമാണ് നമ്മൾ കൊടുക്കുക. ലീവോഡോപ്പ കാർബിഡോപ്പ കഴിക്കുമ്പോൾ അങ്ങ് എടുത്താൽ മതി. സോ എപ്പോൾ നമ്മൾ ലീവോഡോപ്പ കാർബിഡോപ്പ കഴിക്കുന്നു അതിനൊപ്പം നമ്മൾ ഒരു 200 മില്ലിഗ്രാം, അങ്ങനെയാണ് ഇത് സാധാരണ കഴിക്കുക. പക്ഷെ ഇത് ഒപ്പകാപ്പോൺ നമ്മൾ അങ്ങനെയല്ല, ദിവസം 1 നേരം കഴിച്ചാൽ മതി. ഒപ്പകാപ്പോൺ ദിവസം 1 നേരം, അതായത് 50 മില്ലിഗ്രാം ദിവസം 1 നേരം വെറും വയറ്റിൽ കഴിക്കാനാണ് പറയാ. രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ്, ഭക്ഷണം കഴിഞ്ഞിട്ട് 1-2 മണിക്കൂറിന് ശേഷം കിടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമുക്ക് രാവിലെയും കഴിക്കാം. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും കുഴപ്പമൊന്നുമില്ല. ആൻഡ് എൻഡകാപ്പോണിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാനുള്ളത്. സോ ആക്ച്വലി ലീവോഡോപ്പ കാർബിഡോപ്പയിൽ ഡോപ്പമിൻ വർദ്ധിപ്പിക്കുന്ന മൂലമുള്ള സൈഡ് എഫക്റ്റ് തന്നെയാണ് ഇത് മരുന്നുകൾ ഉണ്ടാക്കുക, അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയതായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. സോ ചിലപ്പോൾ ഒട്ടും ബോഡി മൂവ്മെന്റ്സ് ഒട്ടും ഇല്ലായിരിക്കാം, ആബ്സെൻസ് ഓഫ് ബോഡി മൂവ്മെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിവോഡോപ്പയൊക്കെ ഉണ്ടാക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഓർ ഇൻക്രീസ് ബോഡി മൂവ്മെന്റ്, എവിടെയെങ്കിലൊക്കെ ബോഡി മൂവ്മെന്റ്സ് കൂടുതലായിട്ട് വരിക. സോ ദാറ്റ്സ് എ പ്രോബ്ലം ഓഫ് ഡോപ്പമിൻ. ലിവോഡോപ്പയിൽ നമ്മൾ പറഞ്ഞാണ്. ദെൻ ഡോപ്പമിൻ വർദ്ധിക്കുന്നത് മൂലമുള്ള സൈക്കോസിസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, കൺഫ്യൂഷൻ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും മറ്റേ ഗുളികയിലെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. സഫീനാമൈഡ് ആയാലും സെലിജിനായാലും എല്ലാത്തിലും ഇത് തന്നെയാണ്. ബിക്കോസ് അവിടെ എല്ലാം ഡോപ്പമിൻ കൂടുകയാണ്. ഡോപ്പമിൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൺഫ്യൂഷൻ, ട്വിച്ചിങ്, ദെൻ ട്വിസ്റ്റിംഗ്, ദെൻ അൺകൺട്രോൾഡ് റിപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ്. ചിലപ്പോൾ ടങ്ങിന്റെ നാക്കായിരിക്കാം, അല്ലെങ്കിൽ ലിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫേസ് ആയിരിക്കാം, ആംസ്, ലെഗ്സ്, അവിടെയൊക്കെ. ചിലർക്കെങ്കിലും ചിലപ്പോൾ ബ്ലഡ് പ്രഷർ ചിലപ്പോൾ അല്പം കൂടിയെന്ന് വരാം. ആൻഡ് ഈ മരുന്ന് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാക്കാം, ആങ്സൈറ്റി ഉണ്ടാക്കാം, ഡിപ്രഷൻ ഉണ്ടാക്കാം, കൺഫ്യൂഷൻ ഉണ്ടാക്കാം, ആൻഡ് മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാക്കാം. സോ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഗ്രാജുവലി പതിയെ ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ട് വേണം നിർത്താൻ. ഒറ്റയടിക്ക് നിർത്തരുത്. ചിലപ്പോഴെങ്കിലും മൂത്രത്തിൽ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്നേക്കാം. ആൻഡ് ഈ മരുന്നുകൾ പാർക്കിൻസൺസ് ഡിസീസിൽ ലേറ്റ് സ്റ്റേജിൽ ഓൺ ഓഫ് എഫക്റ്റ് കുറയ്ക്കുക, ദെൻ ഓഫ് സ്റ്റേജ് കുറയ്ക്കുക, ഓൺ സ്റ്റേജ് വർദ്ധിപ്പിക്കുക എന്നതിന് മാത്രം ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. സോ അധികമൊന്നും ഈ മരുന്നുകളെ കുറിച്ച് വേറൊന്നും പറയാനില്ല. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.